ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ध्यायेदाजानबाहुं मृगशरधनुषं बद्धपद्मासनस्थं ईतं वासोपसानम् अपकमलदलस्पर्धिनेत्रं वसन्नं वामाङ्गारूढसीताम्भकमलमिळल्लोचनं नीरदाभं नानालङ्कारदीप्तं धृतमृजडामण्डलं रामचन्द्रं। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरि ഓം. സജ്ജനങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു സന്ധ്യാസമയം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം ആദ്യം തന്നെ പറയാം. നമ്മുടെ ഇന്നത്തെ വിഷയം രാമായണത്തെ ആസ്പദമാക്കിയതാണ്. രാമായണം എന്ന് പറയുമ്പോൾ നമുക്കേറെ പരിചയമുള്ളൊരു ഗ്രന്ഥമാണിത് രാമായണം. പക്ഷെ രാമായണമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു കർക്കടക മാസ കാലഘട്ട ബന്ധമാണ്. കാരണം കർക്കടകം വരുമ്പോഴാണ് ഷെൽഫിന്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള രാമായണം നമ്മൾ കാണുന്നതും നമ്മൾ വായിക്കുന്നതും ഒക്കെ എന്താണ് ആ ഒരു കർക്കടക മാസ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഷെൽഫിന്റെ ഏത് മൂലയിൽ നിന്നാണോ നമുക്ക് കിട്ടിയത് അവിടേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ 30 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വെക്കുകയും ചെയ്യും. പിന്നെ അടുത്ത കൊല്ലം കർക്കടകം വരണം എന്ത് കാണാൻ, ആ രാമായണത്തെ നമ്മൾ കാണാൻ. അപ്പോഴേക്കും എന്താവും, കൊടിയൊക്കെ പിടിച്ച് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ രാമായണം എന്ന് പറയുന്നത് കർക്കടക മാസ കാലഘട്ടത്തിൽ മാത്രം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമാണോ എന്നത് ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ ഭാരതീയ ഈ ഒരു ഇതിഹാസങ്ങളാകട്ടെ, പുരാണങ്ങളാകട്ടെ, മറ്റുള്ള ഗ്രന്ഥങ്ങളാകട്ടെ ഒക്കെ നിരവധി ആശയങ്ങളാണ് പകർന്നു നൽകുന്നുണ്ട്, നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉന്നമനത്തിനായിട്ട്, നമ്മുടെ ചിന്തയൊക്കെ ഉയർച്ച വരുവാനായിട്ട്, നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുവാനായിട്ടൊക്കെയാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ധാരാളം ചിന്തകൾ ഉണ്ടാകും, നമുക്ക് ധാരാളം ആശയങ്ങൾ ഉണ്ടാകും. അപ്പൊ ഓരോ ആശയങ്ങളും ഓരോ ചിന്തകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുവാനും നിയന്ത്രിക്കുവാനും തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അപ്പൊ പ്രശ്നപൂരിതമല്ലേ നമ്മുടെ ജീവിതം? അതെ. എപ്പോഴും സുഖമുള്ള ആരും ഇവിടെ ഇല്ല, എപ്പോഴും ദുഃഖമുള്ള ആരും ഇവിടെ ഇല്ല. ദുഃഖവും സുഖവും ഒക്കെ സമ്മിശ്രമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നപൂരിതമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കലർന്നിരിക്കുന്ന നമ്മുടെ ഒരു ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രമാണോ? അല്ല. അപ്പൊ ദുഃഖവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതുപോലെയാണത്? ആചാര്യന്മാർ പറയും, പുട്ടിന് തേങ്ങ എന്ന പോലെ ജീവിതത്തിൽ എന്തുണ്ടാകൂ, സുഖം ഉണ്ടാകുള്ളൂ. എന്താണ്, പുട്ടിന് മുഴുവൻ തേങ്ങയാണോ? അല്ല. പുട്ടിന് മുഴുവൻ പുട്ടിന്റെ പൊടിയാണോ? അല്ല. കുറച്ച് തേങ്ങ ഉണ്ടാകും, പുട്ടിന്റെ പൊടി ഉണ്ടാകും, കുറച്ച് തേങ്ങ ഉണ്ടാകും, പുട്ടിന്റെ പൊടി ഉണ്ടാകും, കുറച്ച് തേങ്ങ ഉണ്ടാകും, അങ്ങനെ പുട്ടുണ്ടാവുക എന്ന് പറയുന്നത് പോലെ പുട്ടിൽ എത്ര മാത്രമാണോ തേങ്ങ കുറച്ചല്ലേ ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും ചിലപ്പോൾ ജീവിതത്തിൽ സുഖം ഉണ്ടാകും. കൂടുതലും ദുഃഖമായിരിക്കും, പുട്ടിന്റെ പൊടി പോലെ ദുഃഖമായിരിക്കും ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ദുഃഖം കൂടിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് എങ്കിലും ആ പ്രശ്നത്തെ, പ്രയാസത്തെ നമ്മുടെ ചിന്തകൾ കൊണ്ട് മറികടന്നുകൊണ്ട് ആർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നമുക്ക് സാധിക്കും. അപ്പോ നമ്മൾ തോറ്റുപോയി, നമുക്ക് ദുഃഖം വന്നു, നമുക്ക് പ്രശ്നം വന്നു, വേദന വന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വേദന എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് പരിശോധിക്കണം. വേദം ആണെന്ത്? വേദന എന്ന് പറയുന്നത്. അപ്പൊ വേദം എന്ന് പറയുന്നത് എന്താണ്? അറിവ് എന്നാണ് അർത്ഥം. വേദം എന്ന് പറയുമ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് വേദനകൾ വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ വേദന അറിവില്ലായ്മ കൊണ്ടാണ് വരുന്നത്? അല്ല. ശരീരത്തിന് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ വരും, പ്രയാസം വരും. നമുക്ക് എപ്പോഴും ശരീരം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രതികരിക്കുമോ? ഇല്ല. നമുക്ക് ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്, നിശ്ചയമായിട്ടുണ്ടെന്ന് മരണമുണ്ട്. നമ്മൾ എങ്ങനെ ഓടിയെടുക്കാൻ നോക്കിയാലും, എത്ര സൈന്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, എത്രത്തോളം ആൾക്കാരെ നമ്മളെ സംരക്ഷിക്കാനുണ്ടെങ്കിലും നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ നോക്കിയാലും ചെയ്യും, നിശ്ചയമായിട്ട് നമ്മളൊരു കാലഘട്ടം കഴിഞ്ഞാൽ മരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ചിന്തകള്, പ്രയാസങ്ങളൊക്കെ എവിടെയാണ്? മനസ്സിലാണ് വരുന്നത്. എപ്പോഴും ശരീരത്തിനെ കൊണ്ട് മാത്രമാണ് പ്രയാസം വരിക? അല്ല. മനസ്സിനെ കൊണ്ടും ഉണ്ടാകും പ്രശ്നം വരും. ഒരാൾ നമ്മളെ കുറ്റം പറയാം, നമ്മള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ പറ്റി കുറ്റം പറയാം. ഓ, അയാൾ എന്താ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, എന്ത് ആവശ്യമുണ്ട് എന്നുള്ള ചിന്തകൾ എവിടെ ഉണ്ടാവുക? മനസ്സിലുണ്ടാവുക. നമ്മൾ നല്ല സമാധാനത്തിൽ എത്തുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരാൾ കുറ്റം പറഞ്ഞാൽ മതി എന്താവാൻ, ആ സമയത്ത് നമ്മൾ പറയും മൂഡ് പോയി എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആ ഒരു കാര്യം ചെയ്യാനൊരു ഇത് പോയി എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താണ്, ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സാധനമാണെന്ത്? മനസ്സ് എന്ന് പറയുന്നത്. ഒരാൾ പുകഴ്ത്തി പറയുമ്പോൾ അതുപോലെ സുഖം കിട്ടുന്ന ഒരു സാധനമാണെന്ത്? മനസ്സ്. ഒരാൾ പുകഴ്ത്തി പറയുമ്പോൾ ഉയരുകയും ഒരാൾ താഴ്ത്തി പറയുമ്പോൾ താഴ്ന്നു പോകുന്ന ആ ഒരു മനസ്സിന്റെ എന്താണ് ചപ്പലതമായ ചപലത എന്ന് പറയും. എന്താണ് ചിന്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? സഫലതയാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അല്ല.
നിങ്ങളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് പോയി കേൾക്കുമ്പോൾ കുറച്ച് സമയം അതൊക്കെ ശ്രദ്ധിക്കുമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ചുറ്റുപാടും നോക്കും, അല്ലെങ്കിൽ അതെന്താ തീരാത്തത് എന്ന് ആലോചിക്കും, അല്ലെങ്കിൽ വാച്ച് നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യും? ശ്രദ്ധ ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ ചെലുത്താൻ ഭയങ്കര പ്രയാസമുള്ള സാധനങ്ങളുണ്ട് മനസ്സ്. അപ്പൊ നമുക്ക് ശ്രദ്ധ വർദ്ധിക്കണം എങ്കിൽ നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യണം? നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അപ്പൊ ചിന്തകളാണ് എപ്പോഴും പ്രയാസമുള്ള സാധനം എന്ന് പറയുന്നത് ചിന്തകളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയാണോ നമ്മുടെ ചിന്തകൾ വരിക? അല്ല. നമ്മൾ ഉറക്കുമ്പോൾ പോലും എന്ത് ചെയ്യും? നമുക്ക് ധാരാളം സ്വപ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെന്താണ് ഉണർന്നിരിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ വരുന്നുണ്ട്, ഇല്ലേ? ഒക്കെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എല്ലാം എവിടെയാണ് പോകുന്നത്? നമ്മുടെ മനസ്സിലാണ്. അപ്പൊ ധാരാളം കാര്യങ്ങൾ, ഇപ്പൊ പാചകം ചെയ്യുന്ന ഒരു അമ്മയാണ് എങ്കിൽ ധാരാളം കാര്യങ്ങളാണ് ചിന്തിക്കുന്നുണ്ടാകും. പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധാരാളം ചിന്തകൾ ഉണ്ടാകും അയാൾക്ക്. അപ്പൊ എപ്പോഴും ചിന്തകളുടെയും വിചാരങ്ങളുടെയും ഇടയിലാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലേക്ക്, വ്യത്യസ്തമായ വികാരങ്ങളിലേക്ക്, വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു മനസ്സാർക്കുണ്ട്, നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കണം എങ്കിൽ എന്ത് വേണം? ആ മനസ്സിന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. നിന്നെ കൊണ്ട് പറ്റില്ല, ഓ ഞാനിങ്ങനെ തളർന്നു പോയാലോ, നമ്മളിങ്ങനെ തോറ്റുപോയാലോ എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സ്, അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മളെ തള്ളിയിരുന്ന ആ ഒരു മനസ്സിലെ ചിന്തകളെയാണ് ആരും നിയന്ത്രിക്കേണ്ടത്? നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയം വരണം എങ്കിൽ, നമുക്ക് ജീവിതത്തിൽ സമാധാനം വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുവാനും നല്ല നല്ല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുവാനാണ് നമുക്ക് സാധിക്കണം. അപ്പൊ പ്രയാസം വരാതിരിക്കോ? ഒരാള് ഭക്തിയുണ്ട്, അയാൾക്ക് നല്ല ചിന്തകളുണ്ട്, അയാൾ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അയാൾക്ക് പനി വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രോഗങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രശ്നങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭക്തിയുള്ള വ്യക്തിയാണ് എങ്കിലും ഭക്തി ഇല്ലാത്ത വ്യക്തിയാണ് എങ്കിലും അമ്പലത്തിൽ പോയി എന്ന് വെച്ച് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടണമെന്നുണ്ടോ? ഇല്ല. അമ്പലത്തിൽ മാത്രം പോയി ഞാൻ നിരന്തരം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, ഭഗവാൻ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടോ? ഇല്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ഗുണം കിട്ടുമോ? ഇല്ല. ഒരാൾ ചെയ്യാണ്, അമ്പലത്തിൽ പോയിട്ട് ഒരാൾ 100 രൂപ ഭണ്ഡാരി ലിറ്റർ പറയാണ്, ഭഗവാനെ 1 ലിറ്റർ പെട്രോള് ഞാൻ അടിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് എനിക്ക് കണ്ണൂരിൽ പോയി തിരിച്ചു വരാൻ സാധിക്കണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ നടക്കണമെന്നുണ്ടോ? അത്രയും മൈലേജുള്ള വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ പോയിട്ട് വരാൻ പറ്റും എന്നല്ലാതെ 1 ലിറ്റർ പെട്രോളാണ് നമുക്ക് കണ്ണൂർ വരെ പോയി തിരിച്ചു വരാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആവശ്യമുള്ള പെട്രോൾ അതിലേക്ക് അടിക്കുകയും വേണം. അതിന് കൂടെ എന്ത് വേണം? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ആ ചെയ്യുന്ന കാര്യം എന്താണ്? പെട്രോൾ അടിക്കുക. പെട്രോൾ അടിക്കുക എന്ന കാര്യം ചെയ്താൽ മാത്രമേ അപകടം വരാതെ യാത്ര ചെയ്ത് തിരിച്ചു വരണമെന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യും? നടക്കുകയുള്ളൂ. അപ്പൊ നല്ല ചിന്തകളും വേണം, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും മാർഗം കൂടെ വേണം, നമ്മുടെ കൂടെ വേണം. പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണം, ആ പരീക്ഷയിൽ നല്ല രീതിയിലേക്ക് എഴുതാൻ പറ്റണേ എന്നുള്ളൊരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യണം? അതിലേക്ക് നമ്മൾ ഉപയോഗം. അങ്ങനെ നല്ല ചിന്തകൾ എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനനുസരിച്ച് വിജയിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ട് പോയേക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ആ വിശ്വാസത്തെ എന്താണ്? ഇനിയും എനിക്ക് ശ്രമിക്കാൻ സാധിക്കും, ഇനിയും ശ്രമിച്ചെന്ത് ചെയ്യും? എനിക്ക് ജയിക്കാൻ പറ്റുന്ന ചിന്തയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രയത്നിക്കണം. അപ്പൊ പ്രയത്നം എപ്പോഴും ആരുടെ കൂടെ ഉണ്ടാകണം? നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മൾ പറയും നമ്മുടെ നാട്ടുമുറകളിലൊക്കെ, താൻ പാതി ദൈവം പാതി. എന്താണ്? നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ? അതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് കിട്ടും. വിതച്ചതേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൊയ്യാൻ പറ്റും എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മുടെ കർമ്മം ഏത് രീതിയിൽ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിന്റെ കാര്യം. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയും, മനമേവ മനുഷ്യാണം കാരണം ബദ്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തേ നിർവിഷയം സ്മൃതം എന്നാണ് പറയുന്നത്. മനമേവ മനുഷ്യാണം കാരണം ബദ്ധമോക്ഷയോ എന്നാണ് പറയുന്നത്. നമുക്കുള്ള ബന്ധനങ്ങൾക്കും ആ വിഷയ ചിന്തകളിലുള്ള അതിജീവനത്തിന് നമുക്ക് കാരണമായിരിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. ഒരു വ്യക്തി കുറ്റം പറയുമ്പോൾ, ഓ അയാളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നതും, അയാൾ പറഞ്ഞോട്ടെ, ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെ വേറൊരാളുടെ സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സോടെയാണ് നമുക്കുള്ളത്. അപ്പൊ ഒരു പ്രശ്നത്തെ, ഒരു പ്രയാസത്തെ ഏത് രീതിയിൽ നമ്മൾ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? ആ പ്രശ്നത്തെയും പ്രയാസത്തെയും നമുക്ക് മറികടക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ ചിന്തകൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിരുത്തി മുന്നോട്ട് പോകുക എന്നല്ലാതെ ഇത്രയും അറിവുണ്ടെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിക്കൂടെ? പറ്റാം. നമ്മൾ എത്ര അറിവുള്ള വ്യക്തിയാണെങ്കിലും, എത്രത്തോളം കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് അബദ്ധം പറ്റിക്കൂടെ? പറ്റാം. പക്ഷെ അബദ്ധം പറ്റിപ്പോയാലും, എത്രത്തോളം നമ്മൾ തകർന്നു പോയാലും, താഴ്ന്നു പോയാലും വീണ്ടും ആ പ്രയാസത്തെ, ആ പ്രശ്നത്തെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതാണ് എന്ത് വേണ്ടത്? നമുക്ക് വേണ്ട ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തയെ ഉയർത്തണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ചുള്ള ആശയങ്ങൾ നമുക്ക് വേണം. അപ്പൊ രാമായണത്തിൽ എന്താണ് ഇത്രയും ആശയങ്ങൾ? രാമൻ എവിടെ ജനിക്കുന്നു? അയോധ്യയിൽ ജനിക്കുന്നു. അദ്ദേഹം അവിടെ കുറച്ചു കാലം താമസിക്കുന്നു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് എവിടെ നിന്ന്? കാട്ടിലേക്ക് പോകുന്നു. കാട്ടിൽ പോയപ്പോൾ എന്ത് ചെയ്തു? സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നു.
അവിടെ നിന്ന് ലങ്കയിൽ ചെന്ന് സീതയെ വീണ്ടെടുത്ത് രാജ്യത്തെത്തി. അവിടെ നിന്ന് നാട്ടുകാരുടെ അഭിപ്രായ പ്രകാരം കാട്ടിലേക്ക് അയച്ചു. സീതയെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു. ഇതാണോ ഒരു കഥ? ഇതാണോ നമ്മൾ പഠിക്കേണ്ടത് എന്നൊരു ചിന്ത ആർക്ക് വരും? നമുക്ക് വരാം. ഇപ്പൊ രാമായണത്തെ നമ്മൾ വളരെയധികം സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ധാരാളം രാമായണങ്ങളുണ്ട്. വാൽമീകി രാമായണവും എഴുത്തച്ഛൻ അധ്യാത്മ രാമായണവും മാത്രമാണ് നമുക്കുള്ളതല്ല, ധാരാളമുണ്ട്. മാപ്പിള രാമായണമുണ്ട്, ബാലി രാമായണമുണ്ട്, പല കമ്പരാമായണം, ഇങ്ങനെ അനവധി നിരവധി രാമായണങ്ങളുണ്ട്. അപ്പോ അനവധി നിരവധി ആശയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണവും അതുപോലെ തന്നെ വാൽമീകി രാമായണം. വാൽമീകി രാമായണമാണത് മൂലഗ്രന്ഥം എന്ന് പറയുന്നത്. അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. ആ വാൽമീകിയുടെയും എഴുത്തച്ഛന്റെയും രണ്ട് കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. വാൽമീകി രാമായണ പ്രകാരമാണ് എങ്കിൽ വാൽമീകി രാമനെ മനുഷ്യ ഗുണങ്ങളോടുകൂടി അവതരിപ്പിക്കാനാണ് നോക്കിയത്. അപ്പൊ മനുഷ്യ ഗുണങ്ങളോടുകൂടി അവതരിപ്പിക്കുക അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രാമൻ നേരിട്ട് ഈശ്വരനാണെന്ന് പറയാം. അപ്പൊ ഈശ്വരനാണ്, ഈശ്വരന്റെ സാധികാതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈശ്വരൻ എന്ത് പറ്റുമല്ലോ അതൊരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യും? രാമൻ വേറെയാണ്, രാമൻ ഈശ്വരനാണ്, നമ്മൾ സാധാരണക്കാരാണ് ചിന്തയും രാമൻ നമ്മൾ അകറ്റുന്നുണ്ട്. നേരെ മറിച്ച് രാമന് മനുഷ്യൻ്റെതായ ഗുണങ്ങളും മനുഷ്യൻ്റെതായ പ്രയാസങ്ങളും ഒക്കെ രാമൻ കടന്നു പോകുമ്പോൾ അത്തരം പ്രയാസങ്ങളിൽ കൂടുതൽ ഈശ്വരനാണ് എന്ന് ഊന്നി പറയാതെ അവതരിപ്പിക്കുമെന്തെയും രാമന്റെ പ്രയാസം തന്റെ പ്രയാസം കൂടിയാണെന്നുള്ള ചിന്ത നമുക്ക് വരും. ഏതുപോലെ നമ്മുടെ ഒരു അയൽവാസിക്ക് അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സുഹൃത്തിന്, നമുക്ക് അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം വന്നു, അയാൾ തോറ്റുപോയി, അയാൾ അല്ലെങ്കിൽ ആ പ്രയാസം വിട്ടുപോയി എന്ന് വിചാരിക്കുക. നമ്മളത് പറയും, ഓ അയാളുടെ കാര്യം കഷ്ടം തന്നെ, എന്തൊക്കെ പ്രയാസങ്ങളാണ് അയാൾ അനുഭവിക്കുന്നത്, അയാൾ തോറ്റുപോയല്ലോ, അയാൾ തകർന്നു പോയല്ലോ എന്ന് നമ്മൾ പറയും. നേരെ മറിച്ച് ഇത്രയും തോറ്റുപോയ അതേ വ്യക്തി തന്നെ ആ പ്രയാസത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറയും, ആ അയാളൊരു മാതൃകയാണ്, ഇത്രയും പ്രശ്നം വന്നു, അയാൾ തോറ്റുപോയി, എന്നിട്ടും അയാൾ എന്ത് ചെയ്തു? ആ പ്രയാസത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അയാളെ പോലൊരു ചിന്തയാണ് നമുക്ക് വേണ്ടതെന്ന് ആര് പറയും? നമ്മൾ പറയും. ഇതുപോലെ രാമന്റെ ജീവിതത്തിൽ നിരന്തരം പ്രയാസത്തിലാണ്. കൊട്ടാരത്തിൽ സുഖത്തിൽ ജീവിക്കുകയാണെന്നത് അല്ല. എന്ത് ചെയ്യുന്നു? അമ്മയുടെ ഒരു ഭീഷണി കൊണ്ട് വാക്ക് കൊടുത്താൽ അത് പാലിക്കണം എന്നുള്ളൊരു ഭീഷണി കൊണ്ട് എന്ത് ചെയ്യുന്നു? അച്ഛൻ നിസ്സഹായാവസ്ഥയിലെത്തുന്നു. അച്ഛൻ വാക്ക് പാലിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചെയ്യുന്നു, രാമൻ രാജ്യത്ത് നിന്ന് പുറത്താകുന്നു, കാട്ടിൽ കഴിയേണ്ടി വരുന്നു. ആ കാട്ടിൽ കഴിയുമ്പോൾ നമ്മൾ സുഖമാണ് അല്ല, നമ്മുടെ നാട് പോലെയാണ്. നമ്മുടെ കാര്യം എടുത്തു നോക്കൂ, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് ഒന്ന് മാറി നിന്ന് താമസിക്കുന്നത് രണ്ട് രണ്ടാണ്. കാരണം വീട്ടിലാണെങ്കിൽ നമ്മൾ സഹായിക്കാൻ അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട്, നമ്മുടെ സഹോദരിമാരൊക്കെ നമുക്ക് സഹായത്തിനുണ്ടാകും. നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് മാറി താമസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലേക്കുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകും ഇല്ല, നമ്മൾ അറിഞ്ഞു ഒരുപാട് ആൾക്കാരുണ്ടാകും ഇല്ല, നമ്മളറിയാത്ത വ്യക്തികളുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകും. ഓരോരുത്തരുടെ സ്വഭാവം എന്താണ്? വ്യത്യസ്തമാണ്. എന്റെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക അല്ല, നിങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരുടെയും സ്വഭാവമാണ് നമ്മുടെ ഇവിടെയും ഇല്ലാത്ത വ്യക്തിക്ക് ഉണ്ടാകുക അല്ല. അപ്പൊ വ്യത്യസ്തമായ ചിന്തകളുണ്ടാകും, വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന, വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മളൊക്കെ. അപ്പൊ വ്യത്യസ്തതയാണെന്ന് ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും രാവിലെ കാണുന്ന കാഴ്ച ഒന്നാണോ? അല്ല, പ്രകൃതി നിരന്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരേ കാഴ്ചയാണ്, ഒരേ കാര്യം തന്നെയാണ് നിരന്തരം കാണുന്നതിൽ എന്ത് ചെയ്യും? നമുക്ക് മടുപ്പ് വരും. അപ്പൊ നിരന്തരം ഈ പ്രകൃതിക്കും ഈ ലോകത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പുതുമ നമുക്ക് തരാനുണ്ട്. ആ പുതുമയുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ജീവിക്കുവാനും നമുക്ക് കാണുവാനും നമുക്ക് അനുഭവിക്കുവാനും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്നു. നമ്മുടെ ഈ ജീവിതം എന്താണ്? അനായാസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോ ഇവിടെ രാമന്റേതുള്ള ജീവിതം നമ്മൾ എടുത്ത് നോക്കൂ. ആ ജീവിതത്തിന് ഒരേ ഒരു താളമല്ലാതെ അതിൽ താഴ്ന്നു പോകുന്നുണ്ട്. ആ പ്രയാസത്തിന് രാമൻ ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും ചെയ്യുന്നുണ്ട്, ഒരു താഴ്ച രാമന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിരന്തരമായ പ്രയാസങ്ങൾ രാമനിലേക്ക് വരുമ്പോഴും രാമൻ ഞാൻ തോറ്റുപോയി, ഇനി ആത്മഹത്യയാണ് വഴി, ഒരു കയറത്തോടാം അല്ലെങ്കിൽ ഒരു കയത്തിൽ ചെന്ന് മുങ്ങാം എന്നാണോ രാമൻ ചിന്തിക്കുന്നത്? അല്ല. എത്രത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുവോ അതിനനുസരിച്ച് രാമൻ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? നിങ്ങൾ നോക്കൂ, രാമനെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ പറയുമ്പോൾ അന്യൻ വന്ന് പറയാണ് ഏട്ടനാണ് രാജാവാകുന്നത്, അച്ഛനെ നമുക്ക് കാരാഗ്രഹത്തിൽ അടക്കാം, ജയിലടക്കാം, എതിർത്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് കൊല്ലാം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു അനുജൻ വരുമ്പോൾ അനിയ നമുക്ക് കൊല്ലാം എന്നാണ് പറയുന്നത്? അല്ല. അനിയൻ ആ രക്തത്തിളപ്പില് ഏട്ടനോട് ഇഷ്ടത്തിൽ വന്ന് പറയുമ്പോൾ അനിയനെ പോലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നിയന്ത്രിക്കുന്ന ഒരു ഏട്ടനെയാണ് ആര് കാണുന്നത്? നമ്മൾ കാണുന്നത്. അമ്മ തകർന്നു പോകുമ്പോൾ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന രാമനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ അയാൾക്ക് പലതും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഒരാൾ കള്ളു കുടിച്ച് എല്ലാവരെയും ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും തെറി പറഞ്ഞ് അടിച്ചു നടക്കുന്നുണ്ട് വിചാരിക്കുക. അയാളിതുപോലെ ഒരു അടിച്ചു നടക്കുകയാണ് വേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. നേരെ പറഞ്ഞു ഇതൊന്നും മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് അത് ചിന്തിക്കാം, നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മുടെ ചിന്തയാണ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ, ഒരു സമീപനത്തെ, ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ നോക്കിക്കാണുന്നതാണ് നമ്മുടെ ചിന്തകൾ വഴിയാണ്.
ആ ചിന്തകൾ വഴി അത് ശരിയാണോ തെറ്റാണെന്നുള്ള വിവേക ബുദ്ധിയിലാണ് ആര് പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രവർത്തിക്കുന്നത്. രാമൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, രാമനാണ് ശരി, രാവണൻ തെറ്റാണ് എന്ന് നിരന്തരം രാമായണത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. രാമന്റെയും രാവണന്റെയും ജീവിതത്തെ പറ്റി, അവരുടെ ആ ഒരു രീതിയെ പറ്റി അവിടെ കാണിച്ചു തരുന്നു. രാമനെ ആരാധിക്കണോ രാവണനെ ആരാധിക്കണോ, ഇനി എന്താണ് ശൂർപ്പണയെ പോലെ ആവണോ, നമുക്ക് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ നമ്മളോട് പറയുമെങ്കിലും നമ്മുടെ ചിന്തകൾ വഴിയാണ്, നമ്മുടെ എന്താണ് നിരന്തരമായ ചിന്തകൾ വഴിയാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നതും അല്ലാതിരിക്കുന്നു ഒക്കെ എന്താണ് നമ്മുടെ ചിന്തകൾ വഴിയാണ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ വഴി, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വഴിയൊക്കെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇത്തരം തീരുമാനങ്ങളാണ് ഇത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ വഴിയാണ് ചെയ്യുന്നത് ഒരു ജീവിതം ഉണ്ടായി വരുന്നത്. നമ്മൾ വിചാരിച്ചത് ഇത് മാത്രം ആണ് എന്നാണോ? അല്ല. നിരന്തരമായ നമ്മുടെ അനുഭവങ്ങളിലൂടെ, നിരന്തരമായ വ്യക്തികളുടെ എന്താണ് നമ്മുടെ ജീവിതത്തിലെ സ്വാധീനം വഴിയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ ജീവിതം എങ്ങനെയാക്കി തീർക്കണം എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പോൾ വ്യക്തികളുടെ കാഴ്ചപ്പാടിന് ചിന്തകൾക്ക് എപ്പോഴും പ്രാധാന്യമുണ്ട്. അപ്പോൾ വാൽമീകി മഹർഷി ഉദ്ദേശം എന്താണ്? രാമന്റെ ജീവിതത്തെ കാണിച്ചു തരികയും ആ രാമന്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ കാണുന്നത്. വാൽമീകി രാമായണം നമ്മൾ കാണുന്നത്. വാൽമീകി രാമായണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് നാരദരും വാൽമീകിയും തമ്മിലൊരു സംവാദം വഴിയാണ്. അപ്പോ നാരദരോട് വാൽമീകി മഹർഷി ചോദിക്കുകയാണ്, സമ്പ്രദം ലോകേ ഗുണവാൻ കശ്ചവീര്യവാൻ എന്ന്. ആരാണ് ഈ ലോകത്തിൽ എല്ലാ ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ഉത്തമനായ പുരുഷൻ എന്നാണ് ചോദിക്കുന്നത്. അതിനുത്തരമായിട്ട് വാൽമീകി മഹർഷിക്ക് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇക്ഷ്വാകുവംശ പ്രഭുവോ രാമോ നാമ ജനേശ്വത എന്ന്. ഇക്ഷ്വാകുവംശത്തിൽ രാമൻ എന്ന നാമത്തോടു കൂടി ജനങ്ങളിൽ അറിയപ്പെടുന്നവരാണെന്ന്, എല്ലാ ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ഉത്തമനായ വ്യക്തി എന്ന് പറഞ്ഞതിന് ശേഷം ആ രാമന്റെ ജീവിതത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. എന്നാൽ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം വരുമ്പോൾ എന്താണ് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം വാൽമീകി രാമായണത്തിൽ രാമന്റെ ജീവിതത്തെ പറ്റിയും രാമന്റെ ആ ഒരു പ്രയാസത്തെ പറ്റിയും ഒക്കെ മനുഷ്യനായി നിൽക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ എഴുത്തച്ഛൻ എന്ന ആചാര്യൻ രാമൻ ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ആ രാമനെ അവതരിപ്പിക്കുന്നത്. കാരണം ഓരോ എഴുത്തുകാരും വ്യത്യസ്തരാണ്. എന്താണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് എഴുത്തുകളുണ്ടാകുന്നത്. പണ്ട് നമ്മുടെ ഒരു 90കളിലുള്ള എഴുത്തുകൾ പോലെയാണ് ഇന്നത്തെ എഴുത്തുകൾ അല്ല. പണ്ടത്തേത് പോലുള്ള സംഗീതമാണ് ഇപ്പോൾ ഉള്ളത് അല്ല. ഇപ്പൊ എന്താണ് കൂടുതലും പാട്ടുകൾക്ക് പോലും റാപ്പ് സോങ്ങുകൾക്ക് മറ്റുള്ളതാണ് പ്രാധാന്യം വരുന്നത്. സ്വാഭാവികമായ എഴുത്തുകൾക്ക് അനുസരിച്ച് മാറ്റം വരുന്നു. പുതിയ രീതിയിലുള്ള പുതിയ സംഗീതത്തിന് ആയാലും അതിന്റെ രീതികൾക്കായാലും താളത്തിനായാലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ കാലം ഓടുന്നതിനനുസരിച്ചാണ് അതെല്ലാം പാട്ടുകളുടെ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ എഴുത്തുകളുടെ രീതിയിലാണെങ്കിലും ചിന്തകൾക്കാണെങ്കിലും എപ്പോഴും മാറ്റം വരുന്നത്. പുതിയ 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 കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ വാൽമീകി മഹർഷി രാമനെ അവതരിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിലല്ല ആര് ജീവിച്ചിരുന്നത്? എഴുത്തച്ഛൻ എന്ന ആചാര്യൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മണിപ്രവാള കൃതികളുടെ ഒരു കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ എന്ന ആചാര്യൻ ജീവിച്ചിരുന്നത്. അപ്പോ എഴുത്തച്ഛൻ എന്ത് ചെയ്യാണ്? ആ ഒരു മണിപ്രവാള കൃതികളുടെ കാലഘട്ടത്തിൽ ഈ രീതിയിലുള്ള രചനകളും എഴുത്തുകളും ശരിയല്ല, അതിനൊരു മാറ്റം വരണം എന്ന് ചിന്തിക്കുക. അപ്പൊ ഭക്തി എന്നൊരു പ്രസ്ഥാനത്തിന് അവിടെ കൊണ്ടുവരുന്നത് ആരാണ്? എഴുത്തച്ഛൻ എന്ന ആചാര്യൻ. ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീ സൗന്ദര്യം പറഞ്ഞാലും സ്ത്രീകളുടെ സൗന്ദര്യം മുതലായ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള മണിപ്രവാള കൃതികളുടെ രചന എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം അക്ഷീചരിതങ്ങളും മുതലായ കൃതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഭക്തി മാർഗത്തിലൂടെ ജനങ്ങളെ ഉദ്ധരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ രാമായണത്തെ അദ്ദേഹം ഭക്തി മാർഗത്തിൽ രാമൻ ഈശ്വരൻ തന്നെയാണ് എന്നും ആ രാമന്റെ ജീവിതത്തിലൂടെ ഭഗവാൻ അവതാര പ്രവൃത്തി എടുക്കുകയാണ് എന്നും കൂടുതൽ ഊന്നിക്കൊണ്ടാണ് അതിൽ കൂടുതൽ സ്തുതികളും ഭക്തിയും നിറച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയിട്ടുള്ളത് നമ്മൾ കാണും. സ്വതന്ത്രമായ രീതിയിലാണ് അധ്യാത്മ രാമായണത്തെ സ്വതന്ത്രമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണും. അതിലും ഒരു കിളി പറയുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു കിളിയോട് ചോദിച്ചുകൊണ്ട് ആ കിളി പറയുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമ്മൾ കാണും. അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്? എഴുത്തച്ഛൻ എന്ന ആചാര്യൻ എന്ന് നമ്മൾ കാണും. അധ്യാത്മ രാമായണ കിളിപ്പാട്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അധ്യാത്മം എന്ന വാക്കിന്റെ അർത്ഥം എന്നെ കുറിച്ചുള്ള അറിവ് എന്നാണ്. നമ്മളെപ്പോഴും നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളെ കുറിച്ചും പുറമേയുള്ള പ്രശ്നങ്ങളെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം നമ്മളോട് പറയുന്നത് താൻ ആര് എന്നതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആര് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ കൂടുതലും പുറമേയുള്ള പ്രശ്നങ്ങളെ പറ്റി, പുറമേയുള്ള ആൾക്കാരെ പറ്റി, നമ്മുടെ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ ആരാണ്, നമ്മളെന്ന വ്യക്തി ആരാണ് നമ്മൾ ചിന്തിക്കാറുണ്ട് പൊതുവെ കുറവാണ്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് കോഹം എന്നറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ
എന്താണ് അടിസ്ഥാനമുണ്ട് എന്നാണ് അദ്ദേഹം തേടിപ്പോയത്. കോ അഹം എന്നാണ്, ഞാൻ ആര് എന്നാണ്, ഞാൻ ആരാണ്, ഞാൻ ഈ ഈശ്വരാംശമാണ്. എന്നിലും നിങ്ങളിലും നമ്മൾ കാണാത്തതിലും കാണുന്നതിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര ചൈതന്യം. ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് ഇത് കേൾക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പുറത്തെവിടെയോ സിംഹാസനത്തിൽ ഇരിക്കുന്ന, ആകാശത്തെവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ഈശ്വരൻ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊടുക്കുന്ന ചൈതന്യത്തെയാണ് നമുക്ക് പറയാം ഈശ്വരൻ എന്ന് പറയാം. ഈശ്വര സർവഭൂതാനാം ഹൃദയശയാർജ്ജുനതിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ എന്നാണ് ഇവിടെ പറയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈശ്വരൻ സകല ചരാചരങ്ങളിൽ കുടിയിരുന്നുകൊണ്ട് ഈ മായയെ ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരൻ സർവ്വവ്യാപിയാണ്, സർവ്വചരാചരങ്ങളിലുള്ളതാണെന്ന് ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്തിനാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്? നമ്മൾ ഒരു ദേവയുടെ ക്ഷേത്രത്തിൽ പോകും, അല്ലെങ്കിൽ ഒരു ദേവന്റെ ക്ഷേത്രത്തിൽ പോകും, അവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കും, ഭഗവാനെ ഉപാസിക്കും. ഇന്ന് ആവശ്യം തനിക്കുണ്ട് എന്നൊക്കെ നമ്മൾ ആവശ്യം പറയും. അപ്പൊ എന്തിനാണ് ക്ഷേത്രം എന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷയാദിത്രായത്തെ ക്ഷേത്ര എന്നാണ് പറയുന്നത്. നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നല്ലോ അതാകുന്നു ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള നാശം? ആത്മനാശത്തിൽ നിന്ന്. നമ്മളെ തന്നെ താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മളൊരു അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ അനുഭവം എന്താണ്? വേറെ തന്നെയാണ്. നിങ്ങൾ ശബ്ദം കൂടുതൽ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇരിക്കുന്നതും നേരെ പഠിച്ചിട്ട് അമ്പലത്തിൽ ചെന്നിരിക്കുന്ന എന്താണ് വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മണിയുടെ നാദം ഉണ്ടാകും, ചിലപ്പോൾ ചെണ്ടയുടെ നാദം നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭക്തി മുഖരിതമായ മന്ത്രജപങ്ങൾ എവിടെ ഉണ്ടാകും? ക്ഷേത്രത്തിൽ നിന്നാകും. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു എനർജിയെ കണ്ടുപിടിക്കുവാനും പോസിറ്റീവായ ഒരു എനർജിയെ നമുക്ക് കിട്ടുവാനും പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും ഒക്കെയുള്ള കേന്ദ്രമാണ്. ഓടി ചെന്ന് ഭഗവാൻ ആവശ്യം പറഞ്ഞതിൽ ഓട്ടപ്രദർശനം നടത്തി പോകാനല്ല നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? അവിടെ ഇരിക്കുവാനും നമ്മളെ കുറിച്ച് ചിന്തിക്കുവാനും ശാന്തമായിട്ട് എന്താണ് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാനുള്ള ഇടമാണെന്ന് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ദേവനെ ശ്രീകോവിലിൽ കാണുമ്പോൾ എന്താണ് ഇരുട്ടിനിടയിൽ എന്താണ് വിളക്കുകൾ ഉണ്ടാകും. ആ വിളക്കിലൂടെയാണ് നമ്മൾ ആ വിഗ്രഹത്തെ കാണുന്നത്. അപ്പൊ ആ ഇരുട്ടിനിടയിൽ ആ ഒരു വിഗ്രഹത്തെ നമ്മൾ വിളക്കിലൂടെ കാണുമ്പോൾ എന്താണ് അറിവ് എന്ന് പറയുന്നത്? എന്താണ് പ്രകാശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സന്ധ്യാസമയത്ത് നിരന്തരം എന്താണ് വൈകുന്നേരങ്ങളിൽ വിളക്കെത്തിക്കും. രാവിലെ എന്താണ് സൂര്യൻ ഉദിക്കുന്ന സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ വിളക്കെത്തിക്കും. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? വിളക്ക് കത്തിക്കുന്നതിലൂടെ ഇരുട്ടിനെ ഇല്ലാതാക്കാം. ഇരുട്ട് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നമുക്ക് എന്താണ് കേട്ടുള്ള കാര്യമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മള് വിളക്കെത്തിക്കുക. ആ വിളക്കെത്തിക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തെ, അറിവില്ലായ്മയെ നശിപ്പിക്കണം എന്നൊരു തോന്നലാണ്. നാമജപത്തിലൂടെ എന്താണ് ആ ഇരുട്ടിനെ നമ്മൾ പ്രകാശത്തിലൂടെ അതിജീവിക്കാം. നാമജപത്തിലൂടെ ആ ഒരു എന്താണ് ആ ഒരു ശക്തിയെ നമ്മൾ ആർജിക്കുക. നമ്മുടെ ഉള്ളിലുള്ള തന്നെയുള്ള ആ ഒരു ചൈതന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സന്ധ്യാസമയത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ മന്ത്രം ജപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. രാമരാമ ജപിക്കൂ എന്നൊക്കെ നമ്മളോട് നമ്മുടെ അച്ഛമ്മമാരൊക്കെ പറയാറുണ്ട്. എന്താണ് നാമം ജപിക്കൂ എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. ദേഷ്യം വരുന്ന വ്യക്തിയോട് പറയാറുണ്ട് രാമരാമ ജപിക്കൂ എന്ന് പറയാറുണ്ട്. കാരണം ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണ്? ചിലപ്പോൾ കുറച്ച് കൂടി പോകും. നേരെ മറിച്ച് നാമം ജപിച്ചതിന് ശേഷമാണ് നമ്മൾ മറുപടി പറയുന്നത്. എന്ത് ചെയ്യും? അത്രയും സമയം നമുക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടും. ആ ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ മറുപടി കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത്രയും ക്രൂരമായ വാക്ക് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ ചിന്തയെ ഒന്ന് ശാന്തമാക്കി എടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ദേഷ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് നാമം ജപിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഇരുട്ട് വരുന്ന സമയത്ത് നമ്മളോട് നാമം ജപിക്കാൻ പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കാൻ വേണ്ടിയാണ്. ആ ഇരുട്ടിനിടയിൽ നമ്മൾ ആ ഒരു വിളക്കിലൂടെ നമ്മൾ എന്താണ് ഈശ്വര ചൈതന്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയും മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കുവാൻ വേണ്ടിയും ഒക്കെയാണ് എന്ത് പറയുന്നത്? നാമം ജപിക്കുവാനും സന്ധ്യയ്ക്ക് വിളക്കെത്തിക്കാനൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോ മനസ്സിനെ ഏകാഗ്രമാക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് നമ്മൾ ഇവിടെയും കാണുന്നത്. നമ്മുടെ ഒരു മനസ്സിനെ പറയുമ്പോൾ നമുക്ക് പേടി വരുന്നത് എവിടെയാണ് നമ്മുടെ മനസ്സിലാണ്, നമുക്ക് ദേഷ്യം വരുന്ന എവിടെയാണ് നമ്മുടെ മനസ്സിലാണ്, നമുക്ക് ദുഃഖം വരുന്ന എവിടെയാണ് നമ്മുടെ മനസ്സിലാണ്. മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ ഈ മനസ്സിന് വേണ്ട കാര്യം നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഭക്ഷണം കഴിക്കാറുണ്ട്, പലതരം പാനീയങ്ങൾ കഴിക്കാറുണ്ട്, നമ്മുടെ സിനിമ കാണാറുണ്ട്, നമ്മുടെ പാട്ട് കേൾക്കാറുണ്ട്. ഒക്കെ എന്തിനാണ്? നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനാണ്? നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ്. പണം സമ്പാദിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ്. സുഖത്തിന് പിറകെ, സന്തോഷത്തിന് പിറകെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥമായ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ടോ? കുറവാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പോലെ കൊടുക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ മനസ്സിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ മനസ്സിന്റെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മികതയാണ് മനസ്സിന്റെ അറിവ് എന്ന് പറയുന്നത്. മനസ്സിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നൊരു അറിവാക്കണം നമ്മുടെ മനസ്സിന് വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ താഴ്ന്നു പോകും.
അപ്പൊ ഈ അറിവ് മനസ്സിനെ പ്രയാസത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ അതിജീവിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള അറിവാണെന്ന് ആധ്യാത്മികത എന്ന് പറയുന്നത്. രാമന്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ മഹാഭാരതത്തിലൂടെ മറ്റുള്ള കഥകളിലൂടെ എന്താണ് ഉപകഥകളിലൂടെ ഒക്കെ പറയുന്നത് എന്താണ്? ജീവിതത്തെ, പ്രശ്നത്തെ, പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ആശയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ രാവണനെയും രാമനെയും നമ്മൾ കാണുമ്പോൾ എന്താണ്? രാമൻ എന്ന് പറയുമ്പോൾ എന്താണ്? രാമോ രമേതാം ശ്രേഷ്ഠോ എന്നാണ് പറയുന്നത്. രമിപ്പിക്കുന്നവനാരോ, നമ്മുടെ ധർമ്മമാർഗത്തിലേക്ക് ചലിപ്പിക്കുന്നവനാരോ അവനാകുന്നു രാമൻ എന്നാണ് പറയുക. രാവണൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദുഃഖത്തിലേക്ക് നയിക്കുന്നവനെയാണ് നമ്മൾ എന്താ പറയുക? രാവണൻ എന്ന് പറയും. അപ്പൊ രാമനാകണോ രാവണനാകണോ എന്നത് ആരുടെ തീരുമാനമാണ്? നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ നല്ലൊരു വ്യക്തിയായി മാറണോ അല്ലെങ്കിൽ എല്ലാവരെയും ഉപദ്രവിച്ച് നടക്കുന്നത് ആരുടെ തീരുമാനമാണ്? നമ്മുടെ തന്നെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മരണത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചു പോകാൻ സാധിക്കുകയില്ല. മരണം എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു വിഷയമുള്ള കാര്യം. കാരണം നമുക്ക് പോലും അറിയാതെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്താണെന്ന് മരണം എന്ന് പറയുന്നത്. നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ മരണം ഇയാൾ ഇന്ന് ദിവസം വരെ ജീവിക്കും എന്ന് പറയാൻ പറ്റും? ഇല്ല. ഏകദേശം കണക്ക് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ഇന്ന കാലഘട്ടം വരെ ഒരാൾ ജീവിക്കുന്ന ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അപ്പൊ ഈ ഒരു മരണത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും നമുക്ക് പ്രായം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം വരുമ്പോൾ നമുക്ക് മരണത്തോട് ഭയം ഉണ്ടാകും. അപ്പോൾ നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സാധനമാണെന്ന് മരണം. പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്താണത്? പണ്ട് ഒരു ചാക്യാർ കൂത്ത് നടത്തായിരുന്നു. അപ്പൊ ആരും ചാക്യാർ കൂത്ത് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും പല സംസാരങ്ങളിലാണ്, പല കാര്യങ്ങളും പറയാണ്, ഇങ്ങനെ ചിന്തിച്ച് കിടക്കണം. അപ്പൊ ചാക്യാർ കൂത്ത് നടത്തുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചാക്യാർ പറഞ്ഞു, ഹേ, ഇവിടെ നിങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ടല്ലോ, മരിക്കാതിരിക്കാതിൽ വഴിയുണ്ട് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും ഇവിടേക്ക് വന്നു. ആ ചാക്യാർ കൂത്തൊക്കെ കണ്ടു. ചാക്യാർക്ക് വലിയ സന്തോഷമായി. ചാക്യാർ കൂത്തൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എല്ലാവരും മുഖം നോക്കിയപ്പോൾ പറഞ്ഞു, ഹേ ചാക്യാർ അവിടെ നിൽക്കുക, നിങ്ങളുടെ ചാക്യാർ കൂത്ത് കാണാൻ ഇന്നലെ ഞങ്ങൾ വന്നത്, മരിക്കാതിരിക്കാറുണ്ട് വഴിയുണ്ട് എന്ന് പറഞ്ഞു. അതറിയാനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചാക്യാർ പറഞ്ഞു, മരിക്കാതിരിക്കാനുള്ള വഴിയല്ലേ? ആ, ജനിക്കാതിരിക്കാന്ന് പറഞ്ഞു ചാക്യാർ. അപ്പൊ മരിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളത് എന്താണ്? ജനിക്കാതിരിക്കുക എന്നുള്ളത്. ഒരു ചക്രം ഇവിടെ നിന്ന് കറങ്ങാൻ ആരംഭിച്ചെന്ത് ചെയ്യും? അത് കറങ്ങി 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 എന്ത് ചെയ്യും? ആരംഭിച്ചിടത്തേക്ക് തന്നെ എത്തും എന്ന് പറയുന്നത് പോലെ നമ്മൾ ജനിച്ചോ നിശ്ചയം മരിക്കും. അതിന് എങ്ങനെ ഓടി കളിക്കാൻ നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാമനാമ ജപത്തിലൂടെ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ മരണഭയത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. മരണത്തെ ജയിക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? മരണഭയത്തെ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മരിക്കും എന്നുള്ള ചിന്തയെ, ആ ഭയത്തെ നമ്മൾ അകറ്റിയാൽ എന്തായി? മരണത്തെ ജയിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഭയത്തെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ജയിക്കുന്നത്. അതിനെന്താണ് നമുക്ക് വേണ്ടത്? അറിവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ ഹോമിയോപ്പതി, അലോപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ നാമപ്പതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹോമിയോപ്പതി, അലോപ്പതി ഒക്കെ എന്തിനാണ്? ശരീരത്തിന് വേണ്ടിയാണ്. ഈ ഒരു നാമപ്പതി എന്ന് പറയുന്നത് മനസ്സിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഈ മനസ്സിന് ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? നാമജപം വേണം, നല്ല അറിവ് വേണം, നല്ല നല്ല കാര്യങ്ങൾ വേണം എന്ന് പറയുന്നത് പോലെ അതാണെന്ത്? മനസ്സിലുള്ള ഭക്ഷണം, മനസ്സിലുള്ള ആ ഒരു രോഗശമനത്തിനായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനസ്സിന്റെ രോഗത്തെ നമ്മൾ നശിപ്പിച്ചാൽ, മനസ്സിലെ ഭയത്തെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ എന്തായി? ഇത് ശരീരത്തെയും ബാധിക്കും. കാരണം നമ്മുടെ ചിന്തകൾ ഒന്ന് താഴ്ന്നു പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊരു കുറിച്ചുണ്ടാകും? ഇല്ല. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നമുക്ക് നല്ല ചിന്തയില്ലായെങ്കിൽ എന്ത് ചെയ്യുമോ? നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പഠിക്കാൻ പറ്റില്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സിന്റെ ദുഃഖത്തെ, മനസ്സിന്റെ പ്രയാസത്തെ അകറ്റി നിർത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കില്ല. അതിനുള്ള മാർഗ്ഗമാണെന്ത്? നാമപ്പതി. അപ്പൊ എന്താണ്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രി നാരായണ എന്നോ, ഓം നമ ശിവായ എന്നോ, ഓം നമോ ഭഗവതി വാസുദേവായ എന്നോ, ഇങ്ങനെ ധാരാളം മന്ത്രങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പ്രയാസം വരുന്ന സമയത്ത്, നമുക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് മന്ത്രങ്ങളിലേക്ക്, നാമജപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്തിയാലെയും ആ പ്രശ്നത്തെ, പ്രയാസത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന് ചിന്തിക്കുവാനുള്ള ഒരു സമയം, ഒരു ചിന്ത നമുക്ക് വരും. പ്രയാസത്തെ അതിജീവിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗങ്ങൾ ഒന്നാണ് ആ പ്രയാസപൂരിതത്തിൽ നിന്ന് മുഖരിതമായ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഒരു പ്രശ്നത്തെ അതിൻ്റെ ഉള്ളിൽ കിടന്നതും നിന്നാൽ നമുക്ക് മറികടക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പുറത്ത് നിന്ന് ആലോചിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റൂ? ആ പ്രയാസത്തെ, പ്രശ്നത്തെ അതിജീവിക്കണം എന്നൊരു ചിന്ത നമുക്ക് കടന്നു വരികയുള്ളൂ. എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്നാർക്ക് മനസ്സിലാക്കുകയുള്ളൂ, നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ പ്രശ്നത്തെ നമ്മൾ ഒളിച്ചോടിയോട് പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് തന്നെയാണ്, അതിനെ നോക്കിക്കാണണം, അതിനെ എങ്ങനെ പരിഹരിക്കണം എന്ന ചിന്ത നമുക്ക് വേണം. ഇതുപോലെ നമുക്ക് തിരയടങ്ങിയിട്ട് കപ്പലടക്കാൻ പറ്റുമോ കടലിൽ? ഇല്ല. നിരന്തരം തിരമാലകൾ വരുന്ന ഒരു സ്ഥലമാണെന്ന് കടല് എന്ന് പറയുന്നത്. തിരമാലകൾ മൊത്തം അടങ്ങിയതിനു ശേഷം കപ്പലടക്കാം എന്ന് തിരിച്ച് നടക്കുമോ? ഇല്ല. തിരമാലകൾ വരും, ചുഴികൾ വരും, കൊടുങ്കാറ്റ് വരും. ഇതൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക?
കപ്പലിറക്കുകയും ആ പ്രയാസത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും വേണ്ടതെന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിന്റെ. പ്രയാസം വരാം, പ്രശ്നം വരാം, ഒക്കെ വരാം. പക്ഷെ എന്ത് ചെയ്യണം? നിരന്തരം ആ തിരമാലകളും ചുഴികളും ഒക്കെ വരുമ്പോഴും അതിനെ കീറി മുറിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യാൻ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ രാമായണത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് രാമായണത്തെ പറ്റി പറയുമ്പോൾ എന്താണ്, നമ്മളുടെ കാണ്ഡങ്ങളെ ചോദിച്ചാൽ പോലും ഉറപ്പില്ല. എന്താണ്, സുന്ദരകാന്ഡം കഴിഞ്ഞിട്ടാണോ കിഷ്കിന്ധാകാന്ഡം, അപ്പോൾ കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ടാണോ സുന്ദരകാന്ഡം, നമുക്ക് ആദ്യം സംശയം വരും. അപ്പൊ കാണ്ഡത്തെ ഓർത്തു വയ്ക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ബാലകൻ അയോധ്യയിൽ ആരണ്യം ബുക്ക് ശേഷം കിഷ്കിന്ധാരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു എന്ന് ആലോചിച്ചു. കാരണം ബാലകൻ അയോധ്യയിൽ ആരണ്യം ബുക്ക് ശേഷം കിഷ്കിന്ധാരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു എന്ന് ആലോചിച്ചാൽ രാമായണത്തിൽ 6 കാണ്ഡങ്ങൾ ആലോചിച്ചേക്കാൻ നമുക്ക് സാധിക്കും. ബാലകൻ അയോധ്യയിൽ എന്ന് പറയുന്നുണ്ടായി ബാലകാന്ഡം, അയോധ്യ. ആരണ്യം ബുക്ക് ശേഷം എന്ന് പറയുന്നുണ്ടായി ആരണ്യകാന്ഡം. കിഷ്കിന്ധാരാജനോട് സുന്ദരൻ യുദ്ധം ചെയ്തു എന്ന് പറയുന്നുണ്ടായി കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. 6 കാണ്ഡം. ഈ കാണ്ഡം കൂടി എന്താണ് ഇതിന്റെ പേര്? ഉത്തരകാന്ഡം എന്നാണ് ഇതിന്റെ പേര്. ഇപ്പൊ വാൽമീകി രാമായണ പ്രകാരമാണെങ്കിൽ ഈ 6 കാണ്ഡവും കഴിഞ്ഞാൽ ഉത്തരകാന്ഡം എന്ന് പറഞ്ഞ 7ാമതൊരു കാണ്ഡം കിട്ടും. എന്നാൽ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണ പ്രകാരമാണെങ്കിൽ 6 കാണ്ഡങ്ങൾ മാത്രമേ ആര് സ്വതന്ത്രമായിട്ട് രചിച്ചിട്ടുള്ളൂ. എഴുത്തച്ഛൻ എന്ന ആചാര്യൻ സ്വതന്ത്രമായിട്ട് രചിച്ചിട്ടുള്ളൂ. 7ാമത്തെ കാണ്ഡം മാത്രം വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ രത്ന ചുരുക്കമാണ് ഇവിടെ നമ്മൾ കാണുക. ആ ഒരു ഉത്തര രാമായണം എന്ന പേരിൽ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിൽ പഠനം നമ്മൾ കാണാം. ഇവിടെ ഈ ഒരു രാമായണത്തിന്റെ ഭംഗി നമ്മളെടുത്ത് നോക്കിയാൽ വാൽമീകി രാമായണത്തിൽ മനുഷ്യന്റെ ഗുണങ്ങളോട് കൂടിയുള്ള രാമനെ കാണുന്നു. എഴുത്തച്ഛൻ അധ്യാത്മ രാമായണ പ്രകാരമാണെങ്കിൽ ഈശ്വരൻ തന്നെയായുള്ള രാമനെ നമ്മൾ കാണും. അപ്പൊ രാമന്റെ ഒരു ജീവിതത്തെ നമ്മളെടുത്ത് നോക്കുക. ഈ ഒരു ജീവിതത്തില് രാമൻ ബാലകാലത്തിൽ ബാലകനായ രാമനാണ് നമ്മൾ കാണുന്നത്. ആ ഒരു രാമൻ കുറച്ച് മുതിർന്നാല് വിവാഹപ്രായത്തിരിക്കുന്ന രാമനെയാണ് നമ്മളിവിടെ കാണുക. ബാലകാലം കഴിയുന്നതോടുകൂടി നമ്മൾ കാണും. അയോധ്യാകാലം കഴിയുമ്പോഴും രാമന്റെ ആ ഒരു ജീവിതം നമ്മൾ കാണും. അത് കഴിഞ്ഞ് മുതിരുന്ന രാമനെ, ആ മുതിർന്ന് കഴിഞ്ഞാലിരിക്കുന്ന രാമന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നിരന്തരം ഏത് പ്രായമാണെന്ന് നമുക്ക് പ്രയാസമില്ലേ? ഉണ്ട്. ചെറുപ്പത്തിൽ മാത്രമാണോ പ്രയാസമില്ലാതിരിക്കുക? അല്ല. ചെറുപ്പത്തിൽ നമ്മൾ പരീക്ഷയും അല്ലെങ്കിൽ ടീച്ചറിൽ നിന്ന് ഹോംവർക്ക് ഒക്കെയാണ് നമ്മുടെ പ്രയാസമാണെങ്കിൽ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ എന്താണ് നമുക്ക് ജോലി സ്ഥലമുള്ള പ്രയാസമായിരിക്കും, ജോലി കിട്ടാനുള്ള പ്രയാസമായിരിക്കും ഒക്കെ നമുക്കുണ്ട്. അതൊന്ന് കഴിഞ്ഞ് ചിലപ്പോൾ വിവാഹം ജീവിതത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും നമുക്കുണ്ടാകുക. അത് കഴിഞ്ഞാൽ എന്താണ് മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങളായിരിക്കും നമുക്കുണ്ടാകുക. അതുകൂടി കഴിഞ്ഞാൽ എന്താണ് പ്രായം വാർദ്ധക്യമായിരിക്കും നമ്മുടെ പ്രയാസം. അപ്പോൾ നിരന്തരം ജീവിതത്തിൽ എന്തുണ്ട് ഒരു മാറ്റങ്ങളുണ്ട്. കുട്ടിക്കാലത്തുള്ള പരീക്ഷയോടുള്ള അല്ലെങ്കിൽ ഹോംവർക്കുകളോടുള്ള പേടി ഉണ്ടാകും നമുക്ക്. അത് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പ്രായം കൊണ്ട് നമ്മൾ അവശതകൾ നേരിടുന്ന പ്രയാസങ്ങളുണ്ടാകും. ഇങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ ആർക്കുണ്ട്? നമുക്കുണ്ട്. അതിനൊരു അന്ത്യമുണ്ടോ? ഇല്ല. നിരന്തരം ഓരോ പരീക്ഷകളും എന്താണ് പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനോടൊക്കെ പോസിറ്റീവായ ഒരു സമീപനമാണ് ആർക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് എന്ന് പറയും. അപ്പോൾ പ്രയാസത്തെയും പ്രശ്നത്തെയും പോസിറ്റീവായ രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ ഇതിനൊക്കെ അതിജീവിക്കണം എന്ന രീതിയിൽ നമ്മൾ സമീപിക്കണം എന്നാണ് ഇവിടെ നമ്മൾ കാണുക. രാമായണത്തിൽ നമ്മൾ കാണാം. രാമായണത്തിൽ നമ്മൾ പണ്ടൊക്കെ പറയും രാക്ഷസന്മാരുടെ രൂപം എങ്ങനെയാണ്? അതിന് നല്ല ദ്രംഷ്ടലുണ്ടാകും, കറുത്ത രൂപമാണ് ഉണ്ടാകുക, വലിയ ആകാരമാണ് ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കറുത്ത രൂപമോ അല്ലെങ്കിൽ പിന്നെ ദംഷ്ട്രകളും മറ്റുള്ള കാര്യങ്ങളുമാണ് എന്താണ് രാക്ഷസൻ അല്ലെങ്കിൽ അവനാണ് രാവൺ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കുളിയൊക്കെ തൊട്ട് എന്താണ് മുണ്ടൊക്കെ ധരിച്ച് നടക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ എന്താ ഉണ്ടാകുക? രാക്ഷസൻ ഉണ്ടാകുക. അപ്പൊ രാക്ഷസൻ എന്ന് പറയുന്ന രൂപത്തിലാണോ? അല്ല. കറുപ്പിലാണോ രാക്ഷസൻ ഉള്ളത്? അല്ല. നിറത്തിലാണോ? അല്ല ഉള്ളത്. ഒരു നിറത്തിലോ വർണ്ണത്തിലോ ഒന്നുമല്ല നമുക്ക് രാക്ഷസനെ കാണാൻ സാധിക്കുക. ഒരാളുടെ രൂപത്തിലാണോ നമുക്ക് രാക്ഷസനെ പറയാൻ പറ്റുക? അല്ല. രൂപത്തിലോ നിറത്തിലോ ഭംഗിയിലോ ആകാരത്തിലോ ഒന്നുമല്ല രാക്ഷസൻ. മറിച്ച് വ്യക്തികളുടെ ചിന്തയിലൂടെയാണ് രാക്ഷസനാകുന്നതും രാക്ഷസനാകാതിരിക്കുന്നതൊക്കെ എന്നാണ് വ്യക്തികളുടെ ചിന്തയിലൂടെ. നമ്മൾ നോക്കുക, ഭക്തി എന്ന് പറയുന്നത് നല്ലൊരു അംശത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുവാനാണ് നമ്മൾ ഭക്തിയെ നോക്കിക്കാണുന്നതെങ്കിൽ അത് നല്ലതാണ്. നേരെ മറിച്ച് അന്ധവിശ്വാസത്തിന്റെ രൂപത്തിലാണ് ഭക്തിയെ നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ അതുകൊണ്ടാണ് അപകടമാണ്. അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പറയും അധികമായാൽ അമൃത നിമിഷം എന്ന്. എന്താണ്? ഏതൊരു കാര്യത്തെയും അതിൻ്റെതായ രീതിയിൽ നമ്മൾ എടുത്തു കണ്ടില്ല എങ്കിൽ അന്ധമായ ചിന്തകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളതെങ്കിൽ എന്ത് ചെയ്യും? അപകടം വരും. നമ്മുടെ ഈ അടുത്ത കാലത്ത് കണ്ടു എന്താണ് ഒരാളുടെ മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ കൊന്ന് എന്താണ് നരഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് പോലും എന്താണ് മനുഷ്യനെ കൊന്നു കഴിഞ്ഞ ഐശ്വര്യം വരും, ഗുണം വരും എന്ന് ചിന്തിക്കുന്ന ചിന്തയിലേക്ക് പോലും പോകുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു.
അപ്പൊ വ്യക്തിയെ കൊല്ലുന്നതിനോട് നമുക്ക് സുഖം കിട്ടുമോ? ഇല്ല. മാനവസേവ മാധവസേവ എന്ന് പറയുന്നിടത്ത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ സുഖം കിട്ടും നമുക്ക് പറയാൻ പറ്റുക? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ആർഷഭാരത സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. എന്താണ്? ഹിന്ദുവിന് സുഖം വരട്ടെ എന്നാണോ? അല്ല. എന്റെ കുടുംബത്തിന് സുഖം വരട്ടെ എന്നാണോ? അല്ല. കേരളത്തിൽ താമസിക്കുന്ന ആൾ സുഖം വരട്ടെ എന്നാണോ? അല്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾ സുഖം വരട്ടെ എന്നാണോ? അല്ല. ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും സുഖം വരട്ടെ എന്നാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ അല്ല, നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതുമായ എല്ലാത്തിനും സുഖം വരട്ടെ എന്നുള്ള ചിന്തയാണ് ഉള്ളത്. മാനവസേവ മാധവസേവ എന്ന് പറയുന്നതാണ് മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വര സേവയ്ക്ക് തത്തുല്യമായ കാര്യം എന്നാണ് പറയുന്നത്. ഒരാൾക്കൊരു പ്രയാസമുണ്ട് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ പൈസയായിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഉപദേശത്തിലൂടെ ആയിരിക്കും നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ ആയിരിക്കും നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുക. അത് അറിഞ്ഞു കൊടുക്കുമ്പോഴാണെന്ന് ഈശ്വര സേവ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ കാണുന്നത് ഒരാൾ കൊന്നു കഴിഞ്ഞ ഐശ്വര്യം വരും എന്ന് കാണുന്നത്. നമ്മള് വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രത്തില് നമ്മൾ കാണും എന്താണ് ശത്രുസംഹാര പൂജ എന്ന്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ശത്രുസംഹാര പൂജ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ദേശത്ത് ഇന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തി അയാളുടെ ശത്രുവാണ്, അയാൾ നശിച്ചു പോകട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം നമ്മൾ പൂജ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഒരു വ്യക്തിയെ കൊല്ലുവാനോ ഹിംസിക്കുവാനോ ഉപദ്രവിക്കുവാനോ അല്ല എന്നുള്ളത് പൂജകളും വഴിപാടും എന്ന് പറയുന്നത്. ഒരു പൂജയും ഒരു ഹോമവും ഒരു വഴിപാടും ഒരു വ്യക്തിയെ നശിപ്പിക്കാനോ ഒരാളെ വേദനിപ്പിക്കുവാനോ വേണ്ടിയുള്ളതാണ്. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളെ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രയാസങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ പൂജകൾ ചെയ്യുന്നതും വഴിപാട് ചെയ്യുന്നതും ഒക്കെ എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളെ മാറ്റുവാൻ വേണ്ടിയാണ്. ഒരു അമ്പലത്തിൽ പോകുന്നത് എന്താണ്? ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്? അല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശാന്തതയെ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സമാധാനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ പോയി ഓടി പ്രവേശനം ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിന്റെ സമയം കണ്ടെത്തില്ല. അമ്പലം, ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തി പോകേണ്ട ഒരു ഇടമാണെന്ന് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ സമയം കണ്ടെത്തി കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അവിടെ പോകേണ്ടത്, അമ്പലത്തിൽ പോകുന്നത്. കാരണം അമ്പലത്തിന്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് ചിലപ്പോൾ കാവുകൾ ഉണ്ടാകാം, അമ്പലത്തിന് ചുറ്റും കാടുണ്ടാകാം, എന്നാണ് ആ ഒരു മണിനാഥം അതിനുള്ളിലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രകൃതിയായിരിക്കും ഉണ്ടാകാം അതിന് ചുറ്റുപാടുണ്ടാകും. അപ്പൊ അമ്പല പരിസരം, ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത് സമാധാനം കണ്ടെത്തുവാനുള്ള ഇടമാണെന്ന് ക്ഷേത്ര പരിസരം എന്ന് പറയുന്നത്. അതിൽ ആൽമരമുണ്ട് എങ്കിൽ എന്താണ്? ആൽമരത്തിന് ചുറ്റും നമുക്ക് ഇരിക്കാം, നമ്മൾ തമ്മിലുള്ള സംസാരം നമുക്ക് സംസാരിക്കാം, നമുക്ക് അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുവാനും ഒക്കെ എവിടെയാണ് നമ്മൾ സ്ഥലങ്ങളിൽ അമ്പല പരിസരങ്ങൾ. അപ്പൊ അമ്പലം എന്ന് പറയുന്നത് നിരന്തരം വ്യക്തി ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അതിജീവിക്കുവാനും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? വളരെ കുറവാണ്. അമ്പലത്തിൻ്റെതായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എന്താണ് സന്തോഷം കിട്ടുന്ന ഇടം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം സന്തോഷം കിട്ടുന്ന ഓരോ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും എന്താണ് പോസിറ്റീവായ എനർജി കിട്ടുന്ന സ്ഥലമാണത് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കാം, നമ്മുടെ ഉപാസനകളിലൂടെ ആയിരിക്കും, നമ്മുടെ ഭക്തിയിലൂടെ ആയിരിക്കും, ഒക്കെ ആയിരിക്കാം. പക്ഷേ അതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ സാധിക്കുന്ന ഇടം വേറെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യാതെ ദീക്ഷക്കായി നാശത്തിൽ നിന്ന് എന്താണ് നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കും നമ്മൾ നാശം വരുന്നുണ്ടാവുക. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ചിന്തകളിലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. അത്തരം പ്രയാസങ്ങൾ വരുന്ന സ്ഥലത്ത് നല്ല നല്ല ചിന്തകളിലൂടെ, നല്ല നല്ല ആശയങ്ങളിലൂടെ നമ്മുടെ ക്ഷേത്രത്തെ വീണ്ടെടുക്കുമ്പോഴാണ്, നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ ക്ഷേത്രത്തെ നിലനിർത്തുന്നതും നമ്മുടെ ക്ഷേത്രത്തെ സമീപിക്കുന്നതും ഒക്കെ എന്നാണ് ആ രീതിയിലായിരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ കാണുമ്പോൾ രാമനെയും നമ്മൾ നോക്കിക്കാണുന്നത്. രാമൻ ഒരു വ്യക്തി മാത്രമല്ല, അതാണ് ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. എന്താണ് രാമന്റെ ജീവിതം എന്ന് പറയുന്നത്? നമുക്ക് പുതിയൊരു കാഴ്ചപ്പാടാണ്. ഏതുപോലെ നമ്മുടെ രാമായണ കഥ അല്ലെങ്കിൽ പുരാണങ്ങൾ, കഥകൾ, എന്തിനാണ് ഇത്രയും കഥകൾ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. പക്ഷേ ഈ കഥകൾ എന്ന് പറയുന്നത് നമ്മളോട് നേരിട്ടാണ് തത്വം പറയുന്നതെങ്കിൽ നമുക്ക് മടുപ്പ് വരും. നിങ്ങൾ നിരന്തരം ഒരാൾ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഒരു ക്ലാസ് മുറിയിൽ തന്നെ 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക, 50 മിനിറ്റാണ് ക്ലാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ 45 മിനിറ്റാണ് ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ എന്താകും? ഒരു ഇന്റർവെല് അല്ലെങ്കിൽ അടുത്ത ടീച്ചറോടാണ് ഒരു സമയം ഉണ്ടാകും. അത് കാരണം എന്ന് പറയുന്നത് നിരന്തരം ഒരേ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇടവേള വേണം, ഒരു മാറ്റം വേണം. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ എന്താണ് നിരന്തരം ഉപദേശം മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നേരെ മറിച്ചൊരു കഥയാണ് അവിടെ പറയുന്നത് എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ രാമായണ കഥകളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോകാം ഒറ്റ ചാട്ടത്തിൽ എന്താണ് ഹനുമാൻ ലങ്കയിലേക്ക് എത്തി, അല്ലെങ്കിൽ എന്താണ് ശ്രീരാമൻ അമ്പ് പിടിക്കുന്ന സമയത്ത് എന്താണ് കടൽ മുഴുവൻ വറ്റിപ്പോകും എന്ന് കാണാം. എന്താണ് കടൽ മുഴുവൻ വറ്റിപ്പോകും, അത് ഭയന്നാര് വന്നു? സമുദ്രദേവത അല്ലെങ്കിൽ സമുദ്രദേവത എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു നമ്മൾ കാണും. ഒരു മുതലയെ കൊന്നപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വിദ്യാധരനായിട്ട് മാറിയെന്ന് കാണും.
എന്താണ് അയാൾക്ക് കഴുത്തില്ല, അയാളുടെ എന്താണ് വയറിൽ തന്നെയാണ് അയാൾ കണ്ടുള്ളത് എന്നുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കൈകേയി ഒറ്റ വിരൽ കൊണ്ട് പെരുവിരൽ കൊണ്ട് ചെയ്തു ആ ഒരു രഥത്തിന്റെ ചക്രത്തിന്റെ കീലകം നഷ്ടപ്പെട്ടു പോയപ്പോൾ രഥത്തിന്റെ ചക്രം എന്ന് പറയുന്നത് അത്രയും വലിയൊരു സാധനമാണ് രഥം എന്ന് പറയുന്നത്. അതിന്റെ ചക്രത്തിൽ നിന്നിരുന്ന സാധനം നഷ്ടപ്പെട്ടപ്പോ വിരല് നടത്തി ആര് രക്ഷിച്ചു? കൈകേയി രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും ആകസ്മികത എന്ന് തോന്നിയ എന്താ ഇങ്ങനെയൊക്കെ പറയാം എന്ന് തോന്നിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും, രാമായണത്തിൽ കാണാൻ സാധിക്കും. അതിന് നമ്മൾ പറയുക മാജിക്കൽ റിയലിസം എന്നാണ്. കാരണം ചെറിയ മാജിക്കിന്റെ പൊടിക്കൈയോടെ ഇല്ലാതെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇല്ല. ഒരു കഥ എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഒരു നമ്മൾ പറയും കരിമ്പ് പോലെയാണ് എന്ന് പറയും. കരിമ്പ് നമ്മൾ തിന്നുന്ന കരിമ്പിന് പിണ്ടി കഴിക്കാൻ വേണ്ടിയാണോ? അല്ല. കരിമ്പിനുള്ള ആ ഒരു മധുരമെന്ന സത്തയെ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ കരിമ്പ് കഴിക്കുന്നത്. കരിമ്പ് തിന്ന പിണ്ടി കഴിക്കാൻ വേണ്ടിയാണ്? അല്ല. കരിമ്പിന്റെ ജ്യൂസ് നമ്മൾ പോയി കഴിയുന്നതെയും ആ കരിമ്പ് എത്രത്തോളം ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റുമോ അത്രത്തോളം കടത്തിവിട്ട് അതിന്റെ അവസാനത്തെ ചുറ്റും എടുത്തു കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യൂ? അയാൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കഥയുടെ കാര്യം. കഥ എന്ന് പറയുന്നത് കരിമ്പിന്റെ പിണ്ടിയെ പോലെയാണ്. അതിനുള്ളിലാണ് എന്താവുക? അതിന്റെ അന്തസത്തയായ മധുരം ഉണ്ടാകുക. ആ മധുരം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കഥ നമുക്ക് മനസ്സിലാക്കിയേ പറ്റും. ആ കഥ എന്തിനാണ്? ആ ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കഥയ്ക്കല്ല, അതിലുള്ള ആശയത്തിനാണ് എന്ത് ചെയ്യണത്? നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം ഇവിടെ ഒറ്റച്ചാടുന്ന ലങ്കയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഹനുമാൻ ലങ്കയിലേക്ക് എത്തി എന്ന് അർത്ഥമാക്കേണ്ടത്. അല്ലെങ്കിൽ 10,000 സംവത്സരം രാജ്യം ഭരിച്ചു, 1000 വർഷം രാജ്യം ഭരിച്ചു എന്നതാണ്. 10 വർഷം രാജ്യം ഭരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ 100 വർഷം രാജ്യം ഭരിച്ചിട്ടുണ്ടാകും. 80,000 വർഷത്തോളം രാജ്യം ഭരിച്ചു എന്ന് പറയുമ്പോൾ 80 വർഷം രാജ്യം ഭരിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്താണ് 80,000 വർഷത്തോളം രാജ്യം ഭരിക്കുന്നത് തത്തുല്യമായ ഗുണം അവിടെ ഉണ്ടായി എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുക മാജിക്കൽ റിയലിസം എന്നാണ്. കാരണം ചെറിയ മാജിക് പോലുള്ള കാര്യങ്ങളിലുള്ള അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുവാനുള്ള ഒരു ആഗ്രഹം, ഒരു ഇഷ്ടം നമുക്ക് വരും. ആ ഇഷ്ടം വരുത്താനാണ് ഇത്തരം കാര്യങ്ങൾ അവിടെ ചിന്തിച്ചിട്ടുള്ളത്. നമ്മൾ കൈകേയി രഥത്തിന് ചക്രം നിലനിർത്തുവാൻ നാം സഹായിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ചക്രം ചക്രത്തിന്റെ കീലകം നഷ്ടപ്പെട്ടിട്ടുണ്ടേ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വിരല് കടത്ത് രക്ഷിച്ചു എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ കഥയോട് ഇഷ്ടം തോന്നുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. ഇതാണ് ആരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം കഥയിലല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കഥയുടെ ആശയത്തിലാണ്. ആ ആശയം എന്ന് പറയുന്നത് രാമായണം എന്നുള്ള ആശയം എന്ന് പറയുന്നത് രാമസ്യ രാമായണ അയനം ഗമനം ചരിതം രാമായണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. രാമന്റെ രാമ എന്ന് പറയുമ്പോഴാണ് സീതയാണ്. രാമന്റെയും സീതയുടെയും ജീവിതയാത്രയെ അവരനുഭവിച്ച പ്രയാസങ്ങളെ, ആ പ്രയാസത്തിലെ എത്രയൊക്കെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും തൊറ്റു കൊടുക്കാതെ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ ആ പ്രയാസം ജീവിക്കുവാൻ അവർ കാണിച്ച മനസ്സിനെ, ആ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തൊറ്റു കൊടുത്തുകൂടാനുള്ള ആ ചിന്തയെ കാണിക്കുവാനുണ്ട് രാമായണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രയാസം വരുമ്പോൾ തൊറ്റുപോയി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ കയറ് തൊടുവാനോ അല്ലെങ്കിൽ കയം കണ്ടെത്തി അവരെ ചാടുവാനോ അല്ല നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. മറിച്ച് എന്ത് പ്രശ്നം വന്നാലും എത്രത്തോളം അറിവുള്ള വ്യക്തിയാണെങ്കിലും തൊറ്റുപോയാലും തകർന്നു പോയാലും ഇനി മുന്നോട്ട് ഒരു വഴിയില്ലാതെ തോന്നിക്കഴിഞ്ഞാലും വീണ്ടും പൊരുതുവാനും പ്രയത്നിക്കുവാനുള്ള ഒരു മനസ്സാക്കുണ്ടാകണം, നമുക്കുണ്ടാകണം എന്നുള്ള ആശയമാണ് എന്ന് പറഞ്ഞത് രാമായണം പകർന്നത്. ഈ മഹാഭാരതമാണെങ്കിലോ മഹാഭാരതത്തിൽ കുടുംബ പ്രശ്നങ്ങളിലിടയിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അത്രയും പ്രയാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുമ്പോഴും ഒരു അർജുനൻ തൊറ്റുപോയി എന്ന് തോന്നുമ്പോൾ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ആ പ്രയാസപൂർണമായ അന്തരീക്ഷത്തിൽ നിന്നും അർജുനന്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ പ്രയാസത്തെ ജീവിക്കണമെങ്കിൽ ഒറ്റ വഴികൾ എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കാവുന്ന നോക്കാം. എത്രത്തോളം താഴ്ന്നു പോയാലും നമുക്ക് നിയന്ത്രിക്കാൻ ഒറ്റ വഴികൾ എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കാവുന്നത് നോക്കാം. അത് എന്ത് വേണം? ഏകാഗ്രത നോക്കണം. ഒരു പ്രശ്നത്തെ നോക്കിക്കാണുള്ള മനസ്സിൽ നോക്കണം. ആ ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിന്റെ പുറത്ത് നിന്ന് ചിന്തിക്കുവാനും പുറത്തുനിന്ന് നോക്കിക്കാണുന്ന മനസ്സാർക്ക് വേണം, നമുക്ക് വേണം. അതിനെന്ത് വേണം? ആ പ്രശ്നത്തെ ഒരു പ്രയാസം വരുമ്പോൾ അതിലേക്ക് മാത്രം മുങ്ങിപ്പോകാതെ, താഴ്ന്നു പോകാതെ, കൊണ്ടുപോകാതെ എന്ത് ചെയ്യണം? അതിന് പുറത്ത് കിടക്കാൻ നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണം? നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല ചിന്തകളാക്കി വേണം, നമുക്ക് വേണം. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ കൂടെ തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ചരട് തിരിച്ചു വെട്ടുക. അപ്പൊ ആ കുട്ടി ചിന്തിക്കുകയാണെന്ത്? ഈ ചരടുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഈ രക്ഷപ്പെടാൻ പറ്റും, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും എന്ന് ചിന്തിക്കുക. നേരെ മറിച്ച് ഇതേ കുട്ടി തന്നെ ആ ഹാളിലേക്ക് കടക്കുമ്പോൾ ആ വാതിന്റെ കൊളുത്തിനെ കൊണ്ട് ആ ചരട് പൊട്ടുകയാണ് എന്ന് വിചാരിക്കുക. ആ കുട്ടി ചിന്തിക്കുകയാണ്, ചരട് പൊട്ടി, ഞാൻ പരീക്ഷയിൽ തെറ്റുപോകുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. ചരട് എന്തിനാണ്? ആ കുട്ടിക്ക് ആത്മവിശ്വാസം തരാനാണ്. ഈ പ്രയാസം, ഈ പരീക്ഷയിലുള്ള പ്രയാസം മറികടക്കാൻ എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ചരട്. പക്ഷേ അതേ ചരട് തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ആ എന്താണ് കൊളുത്തുകൊണ്ടത് പൊട്ടിപ്പോയി, അതുകൊണ്ട് പരീക്ഷ തെറ്റുപോകുമെന്ന് ചിന്തിച്ച കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത്തരം കരടായാലും മന്ത്രങ്ങളായാലും ഒക്കെ
നമുക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടിയാണ്. അതിനൊരു കോട്ടം വന്നുവെങ്കിൽ എന്ത് ചെയ്യാം, അത് സാരമില്ല എന്ന് ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് മുന്നോട്ട് പോകാൻ. സരുടെ കുട്ടിയെ കൊണ്ട് പരീക്ഷ വിട്ടുപോയി എന്നോ നാമം ജപിച്ചില്ലായെങ്കിൽ പരീക്ഷ വിട്ടുപോയി എന്നോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ആത്മവിശ്വാസം പകരുവാനാണ് ഇത്തരം ആശയങ്ങൾ, ചിന്തകൾ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന ഒറ്റൊരു ചൈതന്യമാണ്. ആചാര്യന്മാർ പറയും ഏകം സത്യപ്രാബുദ്ധാവതന്തിയും, ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് പലതായിട്ട് പറയുന്നത്. ദേവിയായിട്ടും ദേവനായിട്ടും ഗുളികനായും ദൈവത്താനായിട്ടും ഒക്കെ പറയുന്ന ഒരേ ഒരു ചൈതന്യം തന്നെയാണ്. പക്ഷേ അത് വ്യത്യസ്തമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഒരേ ഒരു ആദ്യം തന്നെയാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഷകനായിട്ട് മാറുന്നത്. ഇതേ ആദ്യമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കേൾക്കുകയാണെങ്കിൽ ഒരു ശ്രോതാവായിട്ട് മാറും. ഇതേ ആദ്യം വാഹനം ഓടിക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവറായിട്ട് മാറും. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രികനായിട്ട് മാറും. ഇനി പഠിപ്പിക്കാൻ ഭാവിയിൽ ചെന്നാലെയും ഒരു ടീച്ചറായിട്ട് മാറും. ഇനി കേൾക്കാനാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഒരു കുട്ടിയായിട്ട് മാറും. ഒരു വിദ്യാർത്ഥിയായിട്ട് മാറും എന്ന് പറയുന്നത് പോലെ ഒരേ ആദ്യം തന്നെയാണ് ഒരു കുട്ടിയായിട്ടും ഒരു വിദ്യാർത്ഥിയായിട്ടും ഒരു പ്രഭാഷകനായിട്ടും ഒരു യാത്രികനായിട്ടും ഒരു ഡ്രൈവറായിട്ടും മാറുന്ന ഒരേ ആദ്യമല്ലേ, ഒരേ ആദ്യമാണ് എന്ന് പറയുന്നത് പോലെയാണ്. ഒരേ ഒരു ഈശ്വരനെ വ്യത്യസ്തമായ ഭാവങ്ങളാണെന്ന് നമ്മുടെ ദേവിയായിട്ടും ദേവനായിട്ടും പരമേശ്വരനായിട്ടും ബ്രഹ്മാവായിട്ടും ഒക്കെ പറയുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരേ അരി കൊണ്ടാണ് ഫുഡുണ്ടാക്കുന്നത്. അരി കൊണ്ട് തന്നെയാണ് നമ്മൾ ദോശ ഉണ്ടാകുന്നത്, ഇഡലി ഉണ്ടാകുന്നത്. അതിന് അടിസ്ഥാനം എന്ന് പറയുന്ന അരിയല്ലേ, അരിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഒറ്റൊരു ചൈതന്യവും. ആ ചൈതന്യത്തെ പലതായിട്ട് പറയാനുള്ള കാരണം അതിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗമായിട്ടാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ലഡു, നമ്മുടെ ലഡു എന്ന് പറയുമ്പോൾ നമുക്കത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ രൂപം, അതിന്റെ നിറം അറിയുന്നത് കൊണ്ടാണ് മഞ്ഞ നിറത്തിലാണ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതിന്റെ മധുരം ലഡു എന്ന് പറയുമ്പോൾ തന്നെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ് അതിന്റെ മധുരം എന്ന് നമുക്കറിയാം. അത് പറയുമ്പോഴേയും ലഡുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വായുവിൽ എന്തെങ്കിലും കപ്പലും നേരെ പക്ഷെ നമ്മൾ ലഡു കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ രൂപം, ഇങ്ങനെയാണ് ഇതിന്റെ നിറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അനുഭവം എന്താണെന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂ? ഇല്ല. അത് കഴിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരന്റെ കാര്യം. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തിലൂടെ നമ്മൾ കാണുമ്പോൾ, ആരാധിക്കുമ്പോൾ ഒരു തെയ്യമായിട്ട് വിഗ്രഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണെന്ന് ഒരു തെയ്യമായിട്ട് കാണും. ഒരു തെയ്യമായിട്ട് നമ്മൾ കാണുന്നതാണ് ചലിക്കുന്ന വിഗ്രഹമാണെന്ന് തെയ്യം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ആകൃതിയിൽ കൂടുതൽ ഭക്തി മാർഗത്തിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കുന്ന ഒരു ആശയമാണ് തെയ്യം എന്ന് പറയുന്നത്. തെയ്യത്തെ അടുത്ത് കാണാൻ സാധിക്കും. അടുത്ത് നമുക്ക് അനുഗ്രഹം മേടിക്കാൻ പറ്റും, അടുത്ത് നമുക്ക് ആരാധിക്കാൻ പറ്റും, അടുത്ത് അതിന്റെ ഭംഗി, ആ കലാരൂപത്തെ ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ അത്രയും അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെയ്യത്തെ ആരാധിക്കാൻ, ഈശ്വര സങ്കല്പത്തിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ വേറൊരു രീതിയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ആ വിഗ്രഹം എന്ന് പറയുന്നത് വെറുതെ കല്ലാണോ? അല്ല. ഒരു വിഗ്രഹമായിട്ട് മാറുന്നത് ഒരു കല്ല് വിഗ്രഹമായിട്ട് മാറുന്ന രീതിയിലാണ്. കല്ലിലേക്ക് ഈശ്വര ചൈതന്യത്തെ തന്ത്രിവര്യൻ കുടിയിരുത്തുമ്പോഴാണ് അതൊരു വിഗ്രഹമായിട്ട് മാറുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിനെ ആരാധിക്കുന്നതും അതിനുള്ള ക്രിയകൾ ചെയ്യുന്നതും അതിനെ ആരാധിക്കുകയും നമ്മൾ അതിനുള്ള ആവശ്യങ്ങൾ പറയുകയും ചെയ്യുന്നതും അതിനുശേഷമാണ് എന്ന് പറയുന്നത് പോലെ ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് അടുക്കണമെന്ന് വേണം, മാർഗം വേണം. എവിടെയാണ് ഈശ്വരൻ, ഇങ്ങനെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും? ഇല്ല. ലഡു ഇങ്ങനെയാണ്, ലഡുവിന്റെ നിറം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ മനസ്സിലാവും? ഇല്ല. അത് കഴിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ രൂപമില്ല എങ്കിൽ, വിഗ്രഹമില്ല എങ്കിൽ, ഇതിന്റെ ആകൃതിയില്ല എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ല. അപ്പൊ അതിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, അതിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ എന്ത് വേണം? ഒരു മാർഗം വേണം. ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ, ഈശ്വര ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ, അതിന്റെ ആശയത്തെ സംശീകരിക്കാൻ എന്ത് വേണം? ഒരു മാർഗം വേണം. ആ മാർഗത്തിലേക്കുള്ള വഴിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് നിരന്തരം നമുക്ക് ചെല്ലാൻ സാധിച്ചില്ലായെങ്കിലും വല്ലപ്പോഴും നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആ ക്ഷേത്രത്തിന് അതിൻ്റെതായ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ ആസ്വദിക്കുമ്പോഴാണ്, അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരിക. അതിനാണ് ക്ഷേത്രം നമുക്ക് വേണ്ടത്. അതിനാണ് ഈശ്വര ആരാധന നമുക്ക് വേണ്ടത്. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ രീതികൾക്കും ഒക്കെ മാറ്റം വരുവാൻ ഒരു ക്ഷേത്രത്തിലൂടെ നമുക്ക് സാധിക്കും. നല്ല ആശയങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മനസ്സിന്റെ പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടുത്തെ ദേവി അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവീശ്വരന്റെ പാദങ്ങളിൽ എന്റെ വാക്കുകളാകുന്ന പ്രശ്നങ്ങൾ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത്തരം ഒരു വേദി ലഭിച്ചതിന്റെ സന്തോഷം, നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിന്റെ സന്തോഷം, ഈ വലിയ വേളയും ഇത്രയും വാക്കുകൾക്ക് കാതോർത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിയോം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി രാജൻ ചെറമൽ